പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ഒമാൻ തീരത്ത് UAE-യുടെ എണ്ണ ടാങ്കറുകൾക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു. 6 ഇന്ത്യക്കാർ ഉൾപ്പെടെ 8 പേർക്ക് പരിക്ക്. ഇറാനിൽ ആക്രമണം ശക്തമാക്കി അമേരിക്ക. കിഷ്ടാങ് ഖേഷം തുടങ്ങിയ സ്ഥലങ്ങളിൽ ആക്രമണം. ഹോർമൂസിൽ ഉപരോധം തുടങ്ങിയ അമേരിക്ക. ഹോർമൂസിൽ ഇടപെടാൻ അമേരിക്കയെ അനുവദിക്കില്ലെന്ന് ഇറാൻ സൈന്യം. കപ കേസിൽ ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞ ഇന്ന്. ചടങ്ങ് വിയൂർ സെൻട്രൽ ജയിലിൽ രാവിലെ 11 മണിക്ക്. ജയിലിൽ സത്യപ്രതിജ്ഞ സംസ്ഥാന ചരിത്രത്തിലാദ്യം. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ദൈവങ്ങളുടെ പേരുള്ള ആദ്യ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കിയതോടെ. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ ഇടഞ്ഞു നിൽക്കുന്ന CPIയെ അനുനയിപ്പിക്കാൻ CPIM. CPIയുമായി ഉഭയകക്ഷി ചർച്ച ഇന്ന്. ചർച്ച LDF കൺവീനർ T രാമകൃഷ്ണനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തമ്മിൽ. പദവി വേണമെന്ന നിലപാടിൽ ഉറച്ച CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയാകാൻ ഡോക്ടർ അനിൽ മേനോൻ. നാസയുടെ സോയൂസ് MS-29 വിക്ഷേപണം ഇന്ന്. വിക്ഷേപണം ഇന്ത്യൻ സമയം രാത്രി 8:17 കസാഖിസ്ഥാനിൽ നിന്ന്. ലോകകപ്പ് സെമി പോരാട്ടങ്ങൾക്ക് നാളെ തുടക്കം. ആദ്യ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. അർജന്റീന ഇംഗ്ലണ്ട് മത്സരം വ്യാഴാഴ്ച. 2 മത്സരവും പുലർച്ചെ 12:30.